ന്യൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ അറബിക് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മന്തിയുടെയും കബ്സയുടെയും മജ്ബൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ചെറിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. ഞാൻ ചെറുതായതുകൊണ്ടാണ് 4 ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പൊടിയില്ലെങ്കിൽ നല്ല ജീരകം ചേർത്താലും മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ വിനീഗറും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പാകത്തിനൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ ചട്നിയുടെ കളറ് മാറിപ്പോവും, മല്ലിയില ഒരുപാട് അരഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പാകത്തിന് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ മന്തിയുടെയും കബ്സയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching my channel.